കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നിങ്ങളുടെ പരാജയം കാണുവാനും നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ കർത്താവായ യേശു നിങ്ങൾക്ക് വേണ്ടി വിസ്മയകരമായ, അതിശയകരമായ, അപൂർവമായ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് അതാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് അത്രമാത്രം അടുത്ത് ചെല്ലുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ പരിഹസിക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഒരു അതിശയ വിഷയമാക്കി മാറ്റും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. ഹല്ലേലൂയ. എല്ലാവർക്കും വിസ്മയമുണ്ടാകുന്ന നിങ്ങളുടെ ജീവിതത്തിലും ചില അപൂർവ കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശു കപർന്നഹൂമിൽ എത്തിയ വിവരം അനേക ജനങ്ങൾ അറിഞ്ഞിട്ടാണ് ഒരുപാട് രോഗികളായിട്ടുള്ളവരെ യേശു ഇരിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് രോഗികൾ, ഒരുപാട് പുരുഷാരും അടുത്ത് വന്നപ്പോൾ ആ വീടിനകത്ത് ആൾക്കിരിക്കാൻ പറ്റത്തില്ല, വെളിയിലൊക്കെ ഒത്തിരി ആളുകൾ ഇരിക്കാൻ തുടങ്ങി. പക്ഷെ ആ കൂട്ടത്തില്, ആ വന്നവരുടെ കൂട്ടത്തിൽ ഗലീലയിൽ നിന്നും യെരുശലേമിൽ നിന്നും യഹൂദ്യയിൽ നിന്നൊക്കെ വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. അവരും കൂടി ഇതിനിടയ്ക്ക് ഇടിച്ചു കയറിയ വീടിന്റെ നടുക്കോട്ട് വന്നിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് യേശുവിന്റെ അടുക്കൽ നിന്ന് നേരിട്ടൊരു വിടുതൽ പ്രാപിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. 4 പേരൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് ആ വീടിനോട് സമീപിച്ചപ്പോൾ വീട്ടിൽ കയറാൻ കഴിയാത്ത തിക്കും തിരക്കുമായതുകൊണ്ട് ആ വീടിന്റെ മേൽപ്പുര പൊളിച്ച് 4 പേര് ചുമന്ന് അവനെ മുകളിൽ കയറ്റി കട്ടിലോടുകൂടി താഴെ ഇറക്കി വെച്ചതാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ പക്ഷപാതക്കാരനായ മനുഷ്യനോട് യേശു പറയുക, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറ്റം കണ്ടുപിടിക്കുവാൻ നിൽക്കുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു വകയായി. അവർ പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും, ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും, പല അധികാരങ്ങളും കാണും. പക്ഷേ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നിനക്ക് എവിടെ നിന്ന് അധികാരം? ഹല്ലേലൂയ. നോക്കിക്കോണം, ഒരു കുറ്റം കണ്ടുപിടിക്കാനിരിക്കുകയാണ്. പക്ഷെ യേശു പാപം കൂടെ മോചിക്കാൻ അധികാരമുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം അത് പറഞ്ഞത്. യേശുവിന്റെ മറുപടി ഇതായിരുന്നു, പാപങ്ങളെ മോചിക്കുന്നതാണോ അതോ എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതാണോ? ഏതാണ് ഏറ്റവും എളുപ്പം? ഏറ്റവും എളുപ്പം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഇതാണ് ഏറ്റവും പ്രയാസം, പാപം മോചിക്കുന്നതാണ് ഏറ്റവും പ്രയാസം. പക്ഷെ നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രയാസം എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ പാപം മോചിക്കുക. ലോകത്തിൽ ആർക്കും അതിന് കഴിയില്ല. പാപം മോചിക്കാനാണ് ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊക്കെ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ജീവിതത്തെയും തകർത്ത് കളഞ്ഞ പാപശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. യേശുവിന് മാത്രമേ അധികാരമുള്ളെന്ന് പറയാൻ കാരണം അവന്റെ രക്തം നമുക്ക് മറുപടിയായി, നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം യേശു ഏറ്റെടുത്ത് അവന്റെ രക്തം ഒഴുക്കി മരിച്ച് പാപത്തിൽ നിന്ന് പരിഹാരം തരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാ പാപങ്ങളും മോചിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങളെ മോചിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇപ്പം ഈ യേശു പാപം മോചിക്കുന്നവനാണെന്ന് ഇവർ വിശ്വസിക്കാൻ തയ്യാറല്ല. അക്കാലത്തിൽ ജനങ്ങളും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല, പല ആളുകളും. പക്ഷേ പെട്ടെന്ന് അടുത്ത കാര്യം കേട്ടോണം. അടുത്ത കാര്യം, എങ്കിലും ഭൂമിയിൽ ദൈവപുത്രനായ യേശുവിന്, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ, ദൈവപുത്രൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രന്, ദൈവം മനുഷ്യനായി വന്നതല്ലേ. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ സ്വാഭാവികമായ അധികാരമുണ്ടല്ലോ. എന്നാൽ ഈ മനുഷ്യപുത്രനായി എനിക്ക് അതിന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈ പക്ഷപാതക്കാരനോട് നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും എളുപ്പമുള്ളത് ഏതാ? ഏറ്റവും പ്രയാസമുള്ളത് ഏതാ? ഏറ്റവും പ്രയാസമുള്ളത് പാപം മോചിക്കുന്നതാണെന്ന് ശാസ്ത്രിമാർ പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രയാസമുള്ള കാര്യം ആദ്യം യേശു ചെയ്യുന്നു.
രണ്ടാമത് അത് തെളിയിക്കാനായിട്ട്, അതിന്റെ അധികാരം എനിക്കുണ്ടെന്ന് നിങ്ങൾ കാണാൻ വേണ്ടി ഇതാ ഈ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയുന്നു. അവൻ കിടക്ക എടുത്തു. അവനെ 4 പേര് ചുമന്നുകൊണ്ട് വന്നതാണ്. ആ കിടക്ക അവൻ എടുത്തു. എത്ര വലിയ ഹീലിംഗാ! ആ കിടക്ക അവൻ ചുമന്നുകൊണ്ട് ആ കിടക്കയും കൊണ്ട് അവൻ വീട്ടിൽ പോയി. ഹല്ലേലൂയ! എന്നാ സംഭവിച്ചത്? അവിടെയുള്ള ജനങ്ങൾ വിസ്മയം പൂണ്ടു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഭയം പൂണ്ടു, വിസ്മയം പൂണ്ടു. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്ക എടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാതുകളിൽ ഈ സന്ദേശം എത്തിക്കുന്നതിന്റെ കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ പിന്നിലുള്ള, ഒരിക്കലും സംഭവിക്കില്ല എന്ന് സമൂഹം വിധി എഴുതിയിരിക്കുന്ന, ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന ആ വിഷയങ്ങളുടെ പിന്നിലുള്ള ശക്തിയെ കീഴടക്കുവാൻ അധികാരമുള്ളവനാണ് യേശു. ഹല്ലേലൂയ! അതിന്റെ പിന്നിൽ വാണ പാപത്തിന്റെ ശക്തികളെ ആദ്യമേ പുറത്താക്കി തുരത്തി ഓടിച്ചതിന് ശേഷം ആ മനുഷ്യന്റെ മേൽ സൗഖ്യം പകർന്നതുപോലെ പിന്നിൽ വ്യാപരിക്കുന്ന, നിങ്ങളെ തളർത്തിക്കളഞ്ഞ, നിങ്ങളെ മുന്നോട്ട് വിടാതെ വണ്ണം കിടപ്പിലാക്കിയ സകല ശക്തികളെയും ആദ്യം കർത്താവ് പുറത്താക്കും. ഹല്ലേലൂയ! ആ ശക്തിയെ പുറത്താക്കി ദൈവം നിങ്ങൾ ഒരു വിസ്മയമാകുമാർ, ഒരു അത്ഭുതമാകുമാർ ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപൂർവ കാര്യങ്ങളെ. ഹല്ലേലൂയ! അങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ചോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏതാണെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും, അപൂർവ കാര്യങ്ങൾ സംഭവിക്കുന്ന ലിസ്റ്റിൽ ദൈവം പെടുത്തി നിങ്ങളുടെ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ! വലിയൊരു ശുദ്ധീകരണം അതിന് പിന്നിൽ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യും. അത് നമ്മോട് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുകയാണ്. ദൈവം നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി തരികയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവ കാര്യങ്ങളെ കാണാൻ പോവുകയാണെന്ന് പ്രവചിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുത കാര്യം ചെയ്യാൻ പോകുകയാണ്. ജനങ്ങൾ വിസ്മയിക്കുമാർ, പരിഹസിച്ചവരും കുറ്റപ്പെടുത്താൻ നിന്നവരുമെല്ലാം ആമേൻ വിസ്മയിക്കുമാർ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ കുടുങ്ങി കിടക്കുന്നത്? നിങ്ങളെ പരിഹസിച്ചു പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും, നിങ്ങളുടെ പരാജയം കാണാനും നീ എങ്ങനെ ഇതിനെ കിടന്നാൽ മതിയെന്ന് ചിന്തിച്ചവരും, കണ്ടിട്ട് മാറിപ്പോയവരൊക്കെ വിസ്മയിക്കുമാർ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നു. എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യും. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടല്ലോ എന്ന് പറയുന്ന നിലവാരത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അപൂർവ കാര്യങ്ങൾ നിങ്ങൾ കാണും. നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങളെ, വിഷയങ്ങളെ ദൈവം അത്ഭുതകരമായി നടക്കുമാറാക്കും. വലിയ സൗഖ്യങ്ങൾ കർത്താവ് നൽകും. വിടുതലിന്റെ വാതിലുകളെ ദൈവം തുറക്കും. ഉറവകളെ ദൈവം തുറന്നു തരും. തലമുറകൾക്ക് നന്മയും അഭിവൃദ്ധിയും ദൈവം തരും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നമ്മുടെ ദൈവം സകലത്തിന് മേൽ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ! ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപൂർവ കാര്യങ്ങളെ നിങ്ങളിൽ കർത്താവ് ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ കർത്താവെ, ആ പക്ഷപാതക്കാരന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ അതിനും പ്രയാസമുള്ള അവന്റെ പാപത്തെ കർത്താവ് മോചിച്ചു കൊടുത്തല്ലോ. കർത്താവെ, അവിടുന്ന് അതിനെ തെളിവായിട്ട് തന്നെ സൗഖ്യം നൽകിയതുപോലെ കർത്താവ്, ദൈവം ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തു, അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളതിന്റെ തെളിവായി ചില അപൂർവ കാര്യങ്ങൾ പോലെ അത്ഭുതങ്ങൾ അവർ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ, സഞ്ചരിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കട്ടെ, വലിയ വിസ്മയങ്ങൾ ഉണ്ടാകുമാർ, വിസ്മയിക്കുമാർ. കർത്താവെ, കുറ്റം പറഞ്ഞവരുൾപ്പെടെ വിസ്മയിക്കുമാർ, തകർച്ച കാണാൻ നോക്കിയവരുൾപ്പെടെ വിസ്മയിക്കുമാർ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളിൽ കർത്താവ് പ്രവൃത്തികൾ ഇവർ നടക്കട്ടെ. ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ! കുറെ പേർക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.